രാജ്യം ഉറ്റുനോക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. രാഷ്ട്രീയ പോർക്കളത്തിൽ ഏറ്റുമുട്ടുവാൻ എൻഡിഎയും ഇന്ത്യ സഖ്യവും തയ്യാറായി കഴിഞ്ഞു. നാളിതുവരെ കൂടുതൽ സീറ്റുകളിൽ മത്സരിച്ചിട്ടുള്ള കോൺഗ്രസ് ഇക്കുറി വൻ വിട്ടുവീഴ്ചയാണ് രാജ്യത്ത് അധികാരത്തിലെത്തുവാൻ വേണ്ടി ചെയ്തിട്ടുള്ളത്. 300-ൽ താഴെ സീറ്റുകളിലാണ് ഇക്കുറി കോൺഗ്രസ് മത്സരിക്കുവാൻ പോകുന്നത്. അതായത് ഒറ്റകക്ഷിയായി രാജ്യം ഭരിക്കുക എന്ന വ്യാമോഹമെല്ലാം ഒഴിവാക്കിക്കൊണ്ട് രാജ്യത്തിൻ്റെ അധികാരത്തിലേക്ക് ഘടകകക്ഷികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ സഖ്യം എന്ന പേരിൽ തന്നെ അധികാര കേന്ദ്രത്തിൽ ഇരിക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യം. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് പല സർവേകളും വന്നു പോകുന്നുണ്ട്. എന്തായാലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലോക് പോൾ സർവേ ഫലം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ലോക് പോൾ സർവേ ഫലം 1350 സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ട് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ അവിടുത്തെ സർവേ ഫലങ്ങളിൽ പുറത്തു വരുന്ന ഫലം എന്താണെന്ന് പരിശോധിക്കാം. ആദ്യഘട്ടമായി 7 സംസ്ഥാനങ്ങളിലെ സർവേ ഫലങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. സംസ്ഥാനങ്ങൾ ആദ്യം പരിശോധിക്കാം. കേരളം, തമിഴ്നാട്, കർണാടക, ഒഡീസ, ഗുജറാത്ത്, രാജസ്ഥാൻ, ഹരിയാന ഇങ്ങനെ 7 സംസ്ഥാനങ്ങളിലായാണ് ആദ്യഘട്ട സർവേ ലോക് പോൾ സർവേ നടന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും ആദ്യം നമ്മൾ പരിശോധിക്കുവാൻ പോകുന്നത് കേരളത്തിൻ്റെ സർവേ ഫലമാണ്. കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങൾ, 20 ലോക്സഭാ മണ്ഡലങ്ങളിലും ശക്തമായ മത്സരം നടക്കുന്നു. ചില ലോക്സഭാ മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരം തന്നെയാണ് നടക്കുന്നത്. അതിൽ BJPക്ക് നാളിതുവരെ കേരളത്തിൽ നിന്നൊരു ലോക്സഭാ അംഗത്തെ ലഭിച്ചിട്ടില്ല. ആ ചരിത്രം മാറ്റിക്കുറിക്കുവാൻ ശക്തരായ സ്ഥാനാർത്ഥികളുമായാണ് BJP ഇക്കുറി കേരളത്തിൽ മത്സരിക്കുവാൻ പോകുന്നത്. 6 A+ മണ്ഡലങ്ങളുള്ള കേരളത്തിൽ ഏതെങ്കിലും ഒരു A+ മണ്ഡലത്തിൽ BJPക്ക് തങ്ങളുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചെടുക്കുവാൻ കഴിയുമോ എന്ന ഈ സർവേ ഫലം പറയുന്നുണ്ടോ എന്ന് നോക്കാം. രണ്ടാമത് ഇടതുപക്ഷത്തേക്ക് വരുമ്പോൾ ഇടതുപക്ഷം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019-ൽ ഒരു സീറ്റിലേക്ക് ചുരുങ്ങിപ്പോയ ഒരു രാഷ്ട്രീയ സാഹചര്യമായിരുന്നു. ഇപ്പോൾ അങ്ങനെയാണോ രാഷ്ട്രീയപരമായുള്ള സാഹചര്യം? LDFന് അനുകൂലമായ ഒരു കാറ്റ് കേരളത്തിലുണ്ടോ? 20-ൽ 20ഉം ഇടതുപക്ഷം നേടുമോ? അല്ലെങ്കിൽ എത്ര സീറ്റുകളിലേക്ക് ഇടതുപക്ഷത്തിന് കയറി വരുവാൻ സാധിക്കും? ഇത് LDFനെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരണ പോരാട്ടമാണ്. കാരണം അവരുടെ ചിഹ്നമടക്കമുള്ള കാര്യങ്ങളിൽ വലിയ ആശയക്കുഴപ്പം നിലനിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് എത്ര സീറ്റുകൾ LDFന് ഇക്കുറി കേരളത്തിൽ നിന്ന് നേടുവാൻ സാധിക്കും എന്ന് പരിശോധിക്കാം. മൂന്നാമതായി UDF കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 ലോക്സഭാ മണ്ഡലങ്ങളിലും വിജയിച്ചു നിന്ന് ആലപ്പുഴ മാത്രം കൈവിട്ടു പോയ കോൺഗ്രസിന് UDFന് ഇക്കുറി എത്ര സീറ്റുകൾ കേരളത്തിൽ നിന്ന് നേടുവാൻ സാധിക്കും? ലോക് പോൾ സർവേ പറയുന്നത് ഇങ്ങനെയാണ്. UDF 18 മുതൽ 20 സീറ്റുകൾ വരെ നേടുമെന്ന് പറയുന്നു. LDF 0 മുതൽ 2 സീറ്റുകൾ വരെ നേടുമെന്ന് പറയുന്നു. BJP എക്കാലത്തെയും പോലെ കേരളത്തിൽ നിന്ന് ഒരു സീറ്റ് പോലും നേടില്ല എന്നാണ് സർവേ ഫലം പറയുന്നത്. അതായത് 20-ൽ 20 സീറ്റുകളും നേടുക എന്ന കോൺഗ്രസിന്റെ ഏറ്റവും കടുത്ത തീരുമാനം ഇക്കുറി ചിലപ്പോൾ സാഫല്യമാകുവാനുള്ള സാധ്യതകൾ വളരെയേറെയാണെന്ന് പറയുന്നു. അതല്ല, ഇടതുപക്ഷത്തിന് 1 എന്നത് ഒരു പക്ഷേ 2 ആക്കുവാനോ അല്ലെങ്കിൽ ഒന്നുമല്ലാതെ പോകുവാനോ ഉള്ള സാധ്യതകളും ഏറെയാണെന്ന് പറയുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയായിരുന്നു ഇടതുപക്ഷത്തിനോടൊപ്പം ഉണ്ടായിരുന്നത്. ആ ആലപ്പുഴയും പിടിച്ചെടുക്കുവാൻ AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലിനെയും മത്സരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും ആകെ കയ്യിലുള്ള ഒരു സീറ്റ് കൂടി നഷ്ടമാകുവാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്ന് തന്നെ പറയാം. എന്തായാലും 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ 20ഉം UDF നേടുമെന്ന് പറയുന്നു. 0 മുതൽ 2 വരെ LDF, ഒന്നും നേടാതെ BJP. രണ്ടാമതായി തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ 2019-ലേക്ക് വരുമ്പോൾ ഉത്തരേന്ത്യയിൽ മികച്ച നേട്ടം കൈവരിച്ച BJPക്ക് കാര്യമായ തിരിച്ചടി നേരിടേണ്ടി വന്ന സംസ്ഥാനങ്ങളായിരുന്നു കേരളവും തമിഴ്നാടും. അതിൽ കേരളം ഇക്കുറിയും BJPയെ കൈപിടിച്ച് കയറ്റില്ല എന്ന് സർവേ ഫലം പറയുന്നു. പക്ഷേ തമിഴ്നാട് എന്തു പറയുന്നു എന്ന് പരിശോധിക്കാം. തമിഴ്നാട്ടിൽ ആകെയുള്ളത് 39 ലോക്സഭാ സീറ്റുകളാണ്. DMK, UDF, മുസ്ലിം ലീഗ്, LDF അടങ്ങുന്ന ഇന്ത്യ സഖ്യത്തിന്റെ അംഗങ്ങൾ തന്നെ മികച്ച നേട്ടം കൈവരിക്കുമെന്നാണ് സർവേ ഫലം പറയുന്നത്. 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 സീറ്റുകളിൽ മത്സരിച്ച DMK 20 സീറ്റുകളിലും വിജയിക്കുകയായിരുന്നു. കോൺഗ്രസ് 9 സീറ്റുകളിൽ വിജയിച്ചു. CPI, CPM, VCK 2 സീറ്റുകൾ വീതവും, ലീഗും AGK, KMDK, MDMK ഓരോ സീറ്റുകൾ വീതവും വിജയിച്ചു. അണ്ണാ DMK കഴിഞ്ഞ തവണ BJPയോടൊപ്പം സഖ്യം ചേർന്ന് മത്സരിക്കുകയായിരുന്നു. അവർ ഒരു സീറ്റിലാണ് വിജയം കൈവരിച്ചത്. ഇക്കുറി അതും ഉണ്ടാകില്ല എന്നാണ് സർവേ ഫലം പറയുന്നത്. അതായത് 39-ൽ 39ഉം ഇന്ത്യ സഖ്യം നേടുവാനുള്ള സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ 27, 28 എന്ന തരത്തിലേക്കാണ് ലോക് പോൾ സർവേ
തമിഴ്നാട്ടിലെ ഇന്ത്യ സഖ്യത്തിൻ്റെയും എൻ ഡി എയുടെയും സർവേ ഫലത്തെപ്പറ്റി പ്രവചിക്കുന്നത്. അവിടെ എൻ ഡി എക്ക് ഒരുപക്ഷെ 0 മുതൽ 2 സീറ്റ് വരെ ലഭിക്കുവാനുള്ള സാധ്യതകളാണ് പ്രകടമാകുന്നത്. SDPIയും മജ്ലിസ് ഇത്തിഹാദുൽ മുസ്ലിമീൻ തുടങ്ങിയ കക്ഷികളും ഇത്തവണ അണ്ണാ DMK ഒപ്പമുണ്ട്. പക്ഷേ BJPക്ക് ഇക്കുറി അവിടെ അക്കൗണ്ട് തുറക്കുവാൻ സാധിക്കില്ല. NDA സഖ്യത്തിന് അവിടെ അക്കൗണ്ട് തുറക്കുവാൻ സാധിക്കില്ല. അഥവാ തുറന്നാൽ തന്നെ 0 മുതൽ 2 സീറ്റുകളിലേക്ക് മാത്രം BJP ഒതുങ്ങും എന്നാണ് സർവേ ഫലം പറയുന്നത്. അതായത് ഇക്കുറിയും തമിഴ്നാട് കാര്യമായി BJPയെ പരിഗണിക്കില്ല എന്ന് തന്നെ പറയാം. അതായത് കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളും തമിഴ്നാട്ടിലെ 39 ലോക്സഭാ മണ്ഡലങ്ങളും ഇന്ത്യ സഖ്യത്തിൽ ലഭിക്കുമ്പോൾ തന്നെ 59 സീറ്റുകളിലേക്ക് ഇന്ത്യ സഖ്യം ശക്തമായി തിരിച്ചു വരുന്നു എന്ന് സർവേ ഫലം പറയുന്നു. അടുത്തത് കർണാടകയാണ്. കർണാടക 2019 നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് അടിമുടി നഷ്ടപ്പെട്ടു പോയ കർണാടക ലോക്സഭാ മണ്ഡലങ്ങൾ. പക്ഷേ 2023 നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് കർണാടകയിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സിദ്ധരാമയ്യയുടെയും DK ശിവകുമാറിന്റെയും നേതൃത്വത്തിൽ ശക്തമായി നിലനിന്നു പോകുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടം ഇക്കുറി ഉണ്ടാകും എന്ന് തന്നെയാണ് സർവേ ഫലങ്ങൾ പറയുന്നത്. 28 ലോക്സഭാ മണ്ഡലങ്ങളുള്ള കർണാടകയിൽ UDF 15 മുതൽ 17 വരെ സീറ്റുകൾ നേടുമെന്ന് പറയുന്നു. BJP JDS സഖ്യം 11 മുതൽ 13 സീറ്റ് വരെ നേടുമെന്ന് സർവേ ഫലം പറയുന്നു. 2019 25 BJP ജയിച്ചിരുന്ന കർണാടകയിലാണ് UDF 15 മുതൽ 17 വരെ സീറ്റുകൾ നേടുമെന്ന് പറയുന്നത്. അതായത് ശക്തമായ രീതിയിൽ കോൺഗ്രസ് കർണാടകയിൽ തിരിച്ചു വരുന്നു. ഇത് കോൺഗ്രസിന്റെ ഏറ്റവും ശക്തമായ തിരിച്ചുവരവുകളിൽ ഒന്നായി കർണാടകയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ തിരിച്ചുവരവ് കോൺഗ്രസ് കാഴ്ചവെക്കുവാൻ പോകുന്നു. DK ശിവകുമാറിന്റെയും സിദ്ധരാമയ്യയുടെയും നേതൃത്വത്തിൽ ശക്തമായ രീതിയിൽ കോൺഗ്രസ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ അട്ടിമറിച്ചുകൊണ്ട് തിരിച്ചു വരുവാൻ പോകുന്നു എന്ന് സർവേ ഫലങ്ങൾ പറയുമ്പോൾ 2019 BJP 25 വിജയിച്ചപ്പോൾ കോൺഗ്രസ് 1 JDS 2 വിജയിച്ച കർണാടകയിൽ ഇക്കുറി 28 15 മുതൽ 17 വരെ കോൺഗ്രസ്, BJP JDS സഖ്യം 11 മുതൽ 13 വരെ സീറ്റുകളിൽ വിജയിക്കും. അടുത്തത് ഒഡീസയാണ്. ഒഡീസയിലേക്ക് വരുമ്പോൾ ഒഡീസയിൽ ആകെയുള്ള ലോക്സഭാ മണ്ഡലങ്ങൾ 21 ആണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലോക്പോൾ സർവേയിൽ പറയുന്നത് BJP നേടുന്നത് 11 മുതൽ 13 വരെ സീറ്റുകൾ എന്ന് പറയുന്നു. ഭരണകക്ഷിയായ BJD 7 മുതൽ 9 സീറ്റുകൾ വരെ നേടുമെന്ന് പറയുന്നു. കോൺഗ്രസ് 1 മുതൽ 2 സീറ്റുകൾ വരെ എന്ന് സർവേ ഫലം പറയുന്നു. കാര്യമായ രീതിയിൽ കോൺഗ്രസിന് വലിയ മുന്നേറ്റമൊന്നും ഒഡീസയിൽ ഉണ്ടാക്കുവാൻ സാധിക്കില്ല. പക്ഷേ അവിടെ എന്താണ് 2019 താരതമ്യം ചെയ്യുമ്പോൾ കാര്യമായ രീതിയിലുള്ള മേൽക്കൈ ഇന്ത്യ സഖ്യത്തിന് ഒഡീസയിലുമുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിന്റെ ബിജു ജനതാദളിന് 12 സീറ്റുകൾ ലഭിച്ചു. BJPക്ക് 8 സീറ്റുകൾ ലഭിച്ചു. കോൺഗ്രസിന് 1 സീറ്റ് ലഭിച്ചു. അവിടെയാണ് കോൺഗ്രസ് 1 മുതൽ 2 സീറ്റുകളിലേക്കും BJD 7 മുതൽ 9 സീറ്റുകളിലേക്കും BJP 11 മുതൽ 13 സീറ്റുകളിലേക്കും മാറുന്നത്. അതായത് BJP കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ 8 അല്ലെങ്കിൽ 11 മുതൽ 13 വരെ സീറ്റുകൾ, കഴിഞ്ഞ തവണ 8 ആയിരുന്നു, അത് 11 മുതൽ 13 വരെ സീറ്റുകൾ നേടും. ബിജു ജനതാദൾ അതായത് BJD 7 മുതൽ 9 സീറ്റ് വരെ, അതായത് കഴിഞ്ഞ തവണ 12 ലഭിച്ചെടുത്ത് BJDക്ക് കുറച്ച് സീറ്റുകൾ കുറയുന്നു. കോൺഗ്രസ് 1 മുതൽ 2 വരെ, ഒന്നുകിൽ കോൺഗ്രസിന് 1 ലഭിച്ചിരുന്നു, കഴിഞ്ഞ തവണ 1 സീറ്റ് ലഭിച്ചിരുന്നു. ഇതാ അടുത്ത തവണ 1 മുതൽ 2 ചിലപ്പോൾ വർദ്ധിക്കുമെന്നും പറയുന്നു. അടുത്തത് ഗുജറാത്താണ്. ഗുജറാത്തിലേക്ക് വരുമ്പോൾ 26 സീറ്റുകൾ. BJPയുടെ ഏറ്റവും ശക്തമായ സംസ്ഥാനമാണ് ഗുജറാത്ത്. ഗുജറാത്തിൽ 26 സീറ്റുകൾ മത്സരം നടക്കുമ്പോൾ, 26 ലോക്സഭാ മണ്ഡലങ്ങളിൽ മത്സരം നടക്കുമ്പോൾ കോൺഗ്രസിന് 3 മുതൽ 5 വരെ സീറ്റുകൾ ലഭിക്കുമെന്ന് സർവേ ഫലങ്ങൾ പറയുന്നു. മറ്റിടങ്ങളിലെല്ലാം BJP അധികാരത്തിൽ വരും. അതായത് ബാക്കി വരുന്ന 21 ലോക്സഭാ മണ്ഡലങ്ങളിലും BJP അധികാരത്തിൽ വരുമെന്ന് സർവേ ഫലങ്ങൾ പറയുന്നു. രാജസ്ഥാനിലേക്ക് വരുമ്പോൾ രാജസ്ഥാനിൽ 25 ലോക്സഭാ മണ്ഡലങ്ങൾ. ആ 25 ലോക്സഭാ മണ്ഡലങ്ങളിൽ BJP 17 മുതൽ 19 സീറ്റുകളിലേക്ക് അധികാരത്തിലെത്തും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 25-ൽ 24 വിജയിച്ചിരുന്നത് BJP ആയിരുന്നു. തൂത്തുവാരിയായിരുന്നു BJP. ഇത്തവണ അത് 17 മുതൽ 19 കുറയും. കോൺഗ്രസ് അവിടെ 8 സീറ്റുകളിലേക്ക് അധികാരത്തിൽ വരുവാനുള്ള സാധ്യതയുണ്ട് എന്ന് സർവേ ഫലം പറയുന്നു. ഏറ്റവും ഒടുവിലത്തെ സംസ്ഥാനം ഹരിയാനയാണ്. ഹരിയാനയിൽ 10 സീറ്റുകളാണുള്ളത്. 10 സീറ്റുകളിൽ BJP 10-ഉം 2019 10-ൽ 10 സീറ്റുകളിൽ നേടിയിരുന്നു. പക്ഷേ ഇക്കുറി അങ്ങനെയല്ല. 5 സീറ്റുകളിൽ BJPക്ക് കനത്ത തിരിച്ചടി ഉണ്ടാകുവാൻ, വലിയ വെല്ലുവിളി ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. രോഹ്തക്, സോണിപത്ത്, സിൻസ്, ഹിസാർ, കർണൂൽ മണ്ഡലങ്ങളിലാണ് സീറ്റ് BJPക്ക് ഉറപ്പിക്കുവാൻ സാധിക്കാത്തത്. ഹരിയാനയിലെ 10 5 കോൺഗ്രസ് അനുകൂലമായ കാറ്റ് വീശുമ്പോൾ 5 മാത്രമാണ് BJPക്ക് ഇക്കുറി സീറ്റുകൾ നേടുവാൻ സാധിക്കുക എന്നാണ് സർവേ ഫലം പറയുന്നത്. 370 സീറ്റുകൾ BJP ഇക്കുറി നേടും. 400-ലധികം സീറ്റുകൾ NDA നേടുമെന്ന
നരേന്ദ്രമോദി പല വേദികളിലും പറയുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ അത്ര സീറ്റുകളിലേക്ക് BJPക്ക് എത്തുവാൻ സാധിക്കില്ല എന്ന തരത്തിലേക്കുള്ള സർവേ ഫലങ്ങൾ പറയുന്നത്. അതിൽ NDAക്ക് വലിയ തിരിച്ചടിയാകുവാൻ പോകുന്നത് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ്. തമിഴ്നാടും കർണാടകയും കേരളവും അടക്കമുള്ള തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിയ തിരിച്ചടി ഉണ്ടാകുവാനുള്ള സാധ്യതകൾ ഏറെയാണ്. എന്തായാലും തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും ദിവസങ്ങൾ കൂടി മാത്രം അവശേഷിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള സർവേ ഫലങ്ങൾ ഏത് തരത്തിൽ രാഷ്ട്രീയ അനുകൂല പ്രതികൂല സാഹചര്യങ്ങൾ സൃഷ്ടിക്കുമെന്നറിയുവാൻ ഇനി ദിവസങ്ങൾ മണിക്കൂറുകൾ മാത്രം ബാക്കി. കാത്തിരിക്കാം ആര് ഇന്ത്യയെ ഭരിക്കും, ആര് ഇന്ത്യയെ നയിക്കും എന്നറിയുവാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.